എന്റെ കണ്ണ് കാണാനില്ല. അതിവിടെ വെടിവെക്കുന്നവർക്കാണ് സാധാരണ കൊടുക്കണത്. എനിക്ക് പണ്ട് രായം തന്നെ എന്റെ കണ്ണ് കാണാനില്ല. ചന്ദ്ര നമുക്ക് ഇഷ്ടംപോലെ ഗണ്ണ ഇരിപ്പില്ലേ ബാക്കി? അപ്പൊ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ബാബുവിനെ ഇന്ന് ലൈനപ്പിലിടാം. ഏതാ മുള്ളി ഞാൻ മിനിമം 2 പിക്ക് എടുത്ത് നീ എന്നെ ലൈനപ്പിൽ ഇടണ്ട. ഓക്കെ വാ, നമുക്ക് ഒരുമിച്ച് കളിക്കാം. അപ്പൊ ഇത് വാ. അടിച്ചു കയറിയിട്ടുള്ളൂ. ഗ്യാങ് ഡ്രസ് പഴയതുണ്ടോ എന്തോ നോക്കണം. മെമ്പേഴ്സ് ബാബു വന്നിട്ടുണ്ട്. ബാബു 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 എല്ലാരും വാട്സാപ്പിൽ ഒരു വെൽക്കം ബാക്ക് ബാബു ഇട്ടേ. ഇതാണ് ശരിക്കുള്ള ശരിക്കുള്ള ബാബു കേട്ടാ. വെൽക്കം. ഈ ഇന്നത്തെ കൺസൈൻമെന്റില് മിനിമം 2 പിക്ക് എടുത്തില്ലെങ്കിൽ എന്നെ ഈ ആഴ്ച മുകളിൽ കോഹ്ലിയുടെ ആക്കണ്ട. പ്രശ്നം നീന്നല്ലോ. കോഹ്ലിയുടെ നല്ലൊരു ആക്കുന്നില്ല, ലൈനപ്പിൽ കാര്യമാണ്. ലൈനപ്പിൽ എക്സിസ്റ്റൻസ് ആണ് നമുക്ക് നോക്കണത്. അപ്പൊ കണ്ടത് കൺസൈൻമെന്റിന്റെ കാര്യം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പറയാം. പഴയതുപോലെ തന്നെ നമ്മൾ ഈ ലാസ്റ്റ് കളിച്ച കൺസൈൻമെന്റ് പോലെ തന്നെ ട്രക്ക് നമ്മളായിരിക്കും കൊണ്ടുപോകുന്നത്. അതായത് 915 618. നീ പറഞ്ഞു ചന്ദ്ര പറയും, ബാക്കി ചന്ദ്ര പറയും. എടാ 915 തൊട്ട് 694 വരെയാണ് കൺസൈൻമെന്റ്. നീ എടുത്ത് നോക്ക് ഉണ്ടോ ഇല്ലയോ? എല്ലാത്തിനും അങ്ങ് വലിയ താളം അടിക്കണം കേട്ടോ അവനങ്ങ്. 915 തൊട്ട് 694 വരെയാണ് കൺസൈൻമെന്റ്. ഇല്ലടാ 3 നമ്പറേ ഉള്ളൂ. 915 ഹലോ 3 നമ്പറുള്ള മാപ്പോ 615 എന്നാ പറഞ്ഞ എല്ലാരും കേട്ടത്. കുഴപ്പമില്ല ഞാൻ പറഞ്ഞു ബാക്കി പറഞ്ഞു. അത് നിന്റെ കുറവ്. 915 തന്നെയാണ് പറഞ്ഞേ. ഓക്കെ അപ്പൊ 915 തൊട്ട് 694 വരെയാണ് നമുക്ക് ഇത് ട്രക്ക് ഇത് ചെയ്തുകൊണ്ട് വരേണ്ടത്. അവര് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇല്ലീഗൽ ഇതായിട്ടുള്ള ഇതായതുകൊണ്ട് PD അറിയാം. എന്തായാലും PD അറിഞ്ഞാൽ PDയുടെ ഇൻവോൾവ്മെന്റ് എന്തായാലും ഉണ്ടാവും അവർ പറഞ്ഞത്. ഇൻ കേസ് PD വന്നില്ലെങ്കിൽ വേറെ അവര് എന്തോ ഒരു ഓൾട്ടർനേറ്റീവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ട്രക്ക് സെക്യൂർ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒന്നുകിൽ 45 മിനിറ്റ്സ് ട്രക്ക് നമ്മൾ സെക്യൂർ ചെയ്യുക, അല്ലെങ്കിൽ ഓൾ ഡൗൺ ആക്കുക. സർവൈവ് ചെയ്യണം. ആ ട്രക്ക് വിട്ടുകൊടുക്കാനും പാടില്ല. അല്ലാതെ പറ്റൂല. ആ ട്രക്ക് നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. കോഡൊക്കെ ഞാൻ അവിടെ പറയേണ്ടത് ഞാൻ പറഞ്ഞോളാം. TV262 അതാണ് കോഡ്. നിങ്ങളൊക്കെ ഇല്ലാതെ ഞാൻ എന്ത് ചെയ്തേനെ? എന്ത് ഇതെടാ, നമ്മൾ ഈ കൺസൈൻമെന്റ് ഈ കൺസൈൻമെന്റ് കൊണ്ടുവന്ന് മിസ്റ്റർ എക്സിന് ഹാൻഡ് ഓവർ ചെയ്യുമ്പോ നമ്മളാ കോഡ് പറയണം. നമ്മൾ ആ വണ്ടി നമ്മൾ തന്നെയാണോ അറിയണ്ടേ? ഓ അങ്ങനെ. ഓക്കെ അപ്പൊ പിന്നെ വേറെ ഏതെങ്കിലും വണ്ടിയിൽ കോഡ് എന്തെങ്കിലും കൊണ്ടു കൊടുത്തിട്ട് കോഡ് പറഞ്ഞാലും പോയി. അവർക്ക് അറിയാടാ. കരടി സാബ് PD ടേക്ക് ഡ്യൂട്ടിയാ. വോട്ടിന്റെ വീഡിയോ വരാതിരിക്കുന്നതിന്റെ അവന്റെ പ്രശ്നമാണ്. സാറിന്റെ കള്ളന്മാര് വോട്ടിങ്ങനെ എന്തിനാ PD വരാൻ നോക്കല്ലേ? പിന്നെ വേറെ കാര്യൂടെ ഓഫ് റോഡ് കയറാൻ പറ്റത്തില്ലേ? ഓഫ് റോഡ് കയറാൻ പറ്റത്തില്ല. റോഡിൽ കൂടെ തന്നെ പോകേണ്ടി വരും. റിവേഴ്സ് എടുക്കാനും പറ്റൂല. അല്ല ട്രക്ക് ഓഫ് റോഡ് ഇല്ല അത് പറ്റില്ല. ചാറ്റിൽ അങ്ങനെയാ പറഞ്ഞത്, എനിക്ക് അറിഞ്ഞൂടാ. എടാ അല്ലല്ല, അത് വേറെ പറയുന്ന കേക്കടാ. ട്രക്ക് മൂവിങ് ആയിരിക്കണം കേട്ടാ. ട്രക്ക് നിർത്തിയിട്ട് ഒരിടത്ത് ഇതായിരിക്കാം. ട്രക്ക് മൂവിങ് ആയിരിക്കണം. എന്താ പിന്നെ ഓഫ് റോഡ് കയറാൻ പാടില്ല, അത്രേ ഉള്ളൂ.
ട്രക്കല്ലേ ഓഫ് റോഡ് അപ്പൊ ഫ്രണ്ടില് നമ്മുടെ ആ ട്രക്ക് ഓഫ് റോഡ് കയറാൻ പാടില്ലെന്നാണ്. നമ്മുടെ വണ്ടിക്ക് കയറാം. ഓക്കെ 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 നമ്മുടെ വണ്ടിക്ക് കയറാനല്ലേ വന്നാലും നിർത്താൻ പാടില്ല ട്രക്ക്. മിസ്റ്റർ എക്സ് വരുമ്പോ നിർത്തണം. പിന്നെ എടാ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ഗ്യാങ്ങിന്റെ ലീഗൽ സൈഡൊക്കെ നോക്കാൻ വേണ്ടിട്ട് നമുക്ക് ഒരാള് വേണം. സോ അപ്പൊ ഞാൻ നല്ലൊരു വക്കീലിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മുടെ മാരാർ വക്കീലുണ്ട് ഇവിടെ. സോ മാരാർ വക്കീലിനെ ഞാൻ നമ്മുടെ ഗ്യാങ്ങിന്റെ ലീഗൽ സൈഡ് മൊത്തത്തിൽ ഏൽപ്പിക്കുകയാണേ. അപ്പൊ അതൊന്ന് ടേക്ക് കെയർ ചെയ്തേക്കണം. പിന്നെ പരീക്ഷയുണ്ട് എല്ലാ കാര്യം എന്തുണ്ടെന്ന് ഇവിടെ ഇപ്പൊ എത്ര പേരെ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 പേര്. ചന്ദ്രനെ കളയാം, ബാബുവിനെ കളയാം, കോച്ചിനെ PO വേണം കൂടുതൽ. എന്താ ഇവന്റെ കുഞ്ഞമ്മ പ്രസവിച്ച മള്ളി കുഞ്ഞിന് ആണാണോ പെണ്ണാണോ ചോദിച്ചു. തന്ത പോലെ ഇല്ലാത്തവൻ ഇവിടെ കുഞ്ഞമ്മ. ഞാൻ ഒരു സെക്കൻഡ് പറഞ്ഞ കുഞ്ഞമ്മയുടെ മോനും പാവുന്റെ ചായപ്പായവനാണ് അച്ഛന്നാ പറയണേ. അതെ എന്നിട്ട് നിനക്കൊരു അച്ഛനില്ലല്ലോടാ. എന്നിട്ട് കുഞ്ഞമ്മയുടെ അവഹിതം ഇത്ര അന്തസ്സായിട്ട് വിളിച്ചു പറയാൻ എങ്ങനെ പറ്റണം അല്ലേ? അതൊക്കെ ഈ ഉളുപ്പില്ലാത്തമാർക്ക് മാത്രമേ പറ്റുള്ളൂ. എന്റെ കുഞ്ഞമ്മല അന്നത്തെ കുഞ്ഞമ്മലല്ലേ എത്ര വിഷമപ്പെടാൻ. അല്ല എനിക്ക് വിഷമമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. വിലായി എടാ ടൈമായി കേട്ടോ, ടൈമായി.